പെരിയ ഇരട്ടക്കൊലക്കേസിൽ 14 പ്രതികൾക്കും ശിക്ഷ വിധിച്ച് കോടതി. CPM നേതാക്കളടക്കമുള്ള പ്രതികൾക്കാണ് കൊച്ചി CBI പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷയും പിഴയും വിധിച്ചു. മറ്റ് 4 പ്രതികൾക്കും 5 വർഷം തടവും 1000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 1 മുതൽ 8 വരെ പ്രതികളായ A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വൻ, സുബീഷ്, 10-ാം പ്രതി T. രഞ്ജിത്ത്, 15-ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യന്തം വിധിച്ചത്. മുൻ MLA AKV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളെ 5 വർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചു. 4-ാം പ്രതി K. മണികണ്ഠൻ, 20-ാം പ്രതി മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെയാണ് 5 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ കൊലയല്ല, വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലുള്ള കൊല എന്ന് പറഞ്ഞ് CPM നിസാരവൽക്കരിക്കാൻ ശ്രമിച്ച കേസിലാണ് CBI കോടതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. കേസിൽ CBI അന്വേഷണം തടയാൻ ശ്രമിച്ചത് ഇവരെ സംരക്ഷിക്കാനായിരുന്നു എന്ന ആരോപണം ബലപ്പെടുകയാണ്. ശിക്ഷിക്കപ്പെട്ട പലരും നിരപരാധികളാണെന്നാണ് CPIM വാദം. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം CPM ഏറ്റവും കൂടുതൽ പിഴക്കേട്ട കേസാണ് പെരിയ ഇരട്ടക്കൊലപാതകം.